ഹലോ, ഇന്നത്തെ ദിവസം ഫുഡിൻ്റെ ഒന്നും വീഡിയോ വേണ്ടാന്ന് വിചാരിച്ചിട്ടോ. നമ്മളിതാ യാരൂസിനെയും കൊണ്ട് ഒരു ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. എവിടെയെങ്കിലും പോകാനുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് നിന്നോടത്ത് നിൽപ്പ് കിട്ടൂല അല്ലേ. എങ്ങനെയെങ്കിലും നമ്മൾ പോകുന്ന സ്ഥലത്ത് എത്തണം എന്നായിരിക്കും. യാരൂസിന് കൂട്ടായിട്ട് ഇതാ ഒരു കുതിരനെ എല്ലായിടത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എവിടെ പോകുകയാണെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു ടോയ്സ് കയ്യിൽ വെക്കുന്നുണ്ട് ആൾ. നമ്മളിന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വേറെ എവിടെയല്ല കേട്ടോ. കണ്ണൂർ തന്നെയുള്ള ഒരു പെറ്റ് സ്റ്റേഷനിലാണ്. മാട്ടൂൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പെറ്റ് സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവർക്കും ഈ സ്ഥലം അറിയുണ്ടാവും. നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം അടുത്ത് തന്നെയാണ് ഈ സ്ഥലം. പക്ഷേ ഷോർട്ട് വഴി നോക്കി ഏകദേശം 1 മണിക്കൂറിലധികം നമ്മൾ കാറിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അത്. ഫ്രണ്ടിലാണെങ്കിൽ നല്ല ബീച്ച് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഫൺ സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മോർണിംഗിൽ പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഫൺ സിറ്റി ഒന്നും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അങ്ങനത്തെ പാസ്സെല്ലാം എടുത്ത് നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു വ്യൂ തന്നെയാണ്. ഞാൻ ഈ സ്ഥലം വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നേരിട്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവിടുത്തെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 150 രൂപയാണ് വരുന്നത്. നമ്മൾ പാസ്സെല്ലാം എടുത്ത് ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ആ പാസ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫിഷിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു. അവർ തരുന്ന ഫുഡ് മാത്രമേ ഇതിന് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മളത് ആ കയ്യിലെല്ലാം വെച്ചിട്ട് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന് മുന്നേ ആയിട്ട് ഇവരുടേതല്ലാത്ത ഫുഡ് ആരെല്ലോ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മീൻ ചത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അവർ നിർബന്ധമായിട്ട് അവർ കൊടുക്കുന്ന ഫുഡല്ലാണ്ട് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കൊടുത്ത് നമ്മളിതാ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. യാരൂസ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഈ ബേഡ്സ് അനിമൽസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വിചാരിച്ചിട്ട് ഭയങ്കര പേടിയായിരിക്കുന്നു, പക്ഷേ കുഴപ്പമൊന്നുമില്ല, ആൾ നല്ലോണം എൻജോയ് ചെയ്ത് അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ ഉമ്മയും സിസ്റ്ററും ആണ് കേട്ടോ. അതായത് ഹസ്ബൻഡിൻ്റെ ഉമ്മയും ഹസ്ബൻഡിൻ്റെ പെങ്ങളും ആണുള്ളത്. നമ്മൾ കയറി വരുമ്പോൾ ഒരു സൈഡിൽ ഫുള്ളായിട്ട് ബേഡ്സ് തന്നെയാണ് വരുന്നത് കേട്ടോ. കൊക്കറ്റെയിലിൻ്റെ ഒക്കെ അതേ മോഡൽ ഒരുപാട് ബേഡ്സ് വരുന്നുണ്ട്, ലവ് ബേഡ്സ് അങ്ങനത്തേതല്ലോ. നമ്മളെ വീട്ടിലൊരു ബേർഡ് ഉണ്ട്, ഒരു കൊക്കറ്റെയിലുണ്ട്. അതുകൊണ്ട് യാരൂസിന് ഭയങ്കര ഇഷ്ടമാണ്. അതിന് പപ്പി എന്നാണ് വിളിക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പി എന്ന് പറഞ്ഞാൽ. ബേഡ്സിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കുതിര, ആട് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാനിവിടെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയത് ഇതാ ഈ ഒരു പശുവിനെയാണ് കേട്ടോ. ഇത് ഇത്രേ ഹൈറ്റ് വെക്കുള്ളൂ, ഇത്രേ വളരുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. നല്ലൊരു കുഞ്ഞു പശുവിൻ്റെ മാതിരിയാണ്, പക്ഷേ ഇതിന് പ്രായം ഉണ്ടാവും. എനിക്ക് ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയ ഒരേ ഒരു സാധനം ഈ ഒരു പശു മാത്രമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് എമു, ഒട്ടകപ്പക്ഷി, ഒട്ടകം അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഏകദേശം നമ്മളെ നാട്ടിലെല്ലാം കാണുന്നത് പോലെ തന്നെ കോഴി, അങ്ങനത്തെ ആട്, അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് കോഴികളും ആടുകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ടിക്കറ്റ് എടുത്ത സമയത്ത് അവരൊരു പാസ്സും കൂടി തന്നിട്ടുണ്ടായിരുന്നു. ഒരു ടിക്കറ്റിന് ഒരു പാസ് എന്നുള്ള കണക്കിന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പാസ് വെച്ചിട്ട് നമുക്ക് ഇതിനെല്ലാം കയ്യിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ 2 ബേഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ പാമ്പുണ്ട്, പിന്നെ ഇഗ്വാന എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതിനെല്ലാം വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ഒരു പാസ്സിന് ഏതെങ്കിലും ഒരു സാധനത്തിന് വെച്ചിട്ട് ഫോട്ടോ എടുക്കായിരുന്നു കേട്ടോ. നമ്മളങ്ങനത്തെ ബേഡ്സിനെയൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു.
നമ്മളെ എൻട്രൻസിൽ കണ്ടതുപോലെ കുറേ ഫിഷ് അതേപോലെ തന്നെ ഉള്ളിലും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കയ്യിൽ ബാക്കി ഫുഡ് ഉണ്ടായതുകൊണ്ട് നമ്മൾ അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ആരോസിൻ്റെ കയ്യിലെല്ലാം വെച്ചിട്ട് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതേപോലെ തന്നെ ഒരു സൈഡ് ഫുള്ളായിട്ട് പ്രാവില്ലേ, പലതരത്തിലുള്ള പ്രാവുകളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ മങ്കി, പല രൂപത്തിലുള്ള മങ്കികളും ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള മങ്കിയൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു സൈഡ് ഫുള്ളായിട്ട് ഫിഷ് അങ്ങനെ ഉണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് അതേപോലെ തന്നെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പട്ടി ഉണ്ടായിരുന്നു. യാരുസ് കുറേ തൊട്ടെല്ലാം നോക്കി. അതേപോലെ തന്നെ പൂച്ച ഞങ്ങളെ വീട്ടിലുണ്ട്, അതുകൊണ്ട് അവൾക്ക് ഭയങ്കര കാര്യമാണ് പൂച്ചനെ. അവൾ കുറേ നേരം ഉഴിഞ്ഞെല്ലാം കൊടുത്ത്. ഇത് പേർഷ്യൻ ക്യാറ്റാണ് കേട്ടോ, നിറച്ച് രോമെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ഉഴിഞ്ഞു കൊടുക്കുമ്പോൾ അവൻ നല്ല സുഖത്തിലിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു സൈഡ് ഫുള്ളായിട്ട് അക്വേറിയമാണ് വരുന്നത്, ചെറിയ ചെറിയ ഫിഷും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് വരുന്നത് പാമ്പാണ് കേട്ടോ. പച്ച നിറത്തിലും കറുപ്പ് നിറത്തിലും എല്ലാം വരുന്ന പലതരം പാമ്പുകളാണ് ഉള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് വരുന്നത് എലി, പലതരത്തിലുള്ള എലിയുണ്ട്, വൈറ്റും ബ്ലാക്കും എല്ലാം കളറായിട്ട്. ചുണ്ടലീൻ്റെ അത്ര വലുപ്പമൊക്കെ വരുന്നുള്ളൂ കേട്ടോ അതിനൊക്കെ. ഇനി ഏകദേശം എക്സിറ്റ് ആവാനുള്ള സ്ഥലത്തുമ്പോഴത്തേക്കിന് കുറേ ബേഡ്സാണ് വരുന്നത്. അതേപോലെ നമ്മളെ കയ്യിൽ ഒരു പാസ് ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ ദാ സിസ്റ്ററും മോളും കൂടി ബേഡ്സിൻ്റെ കൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ 2 കൂട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇണങ്ങുന്നത് ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിൽ കയറിയതാണ്. ഈ ആരോസിൻ്റെ തലയിലെല്ലാം ഫുഡ് വെച്ച് കൊടുത്തിട്ട് തലയിലെല്ലാം വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് പേടിയൊന്നുമില്ല. നമ്മൾ എക്സിറ്റ് ആകുമ്പോൾ തന്നെ വരുന്നത് ഒരു ഷോപ്പിംഗ് ഏരിയ ആണ് കേട്ടോ. ഇത് ശരിക്കും ഒരു ബിസിനസ് ട്രിക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അത് അതിലൂടെ എക്സിറ്റ് ആകുന്ന സമയത്ത് പിള്ളേരൊക്കെ ആണെങ്കിൽ എന്തായാലും കുറച്ച് സാധനം വാങ്ങാണ്ട് പുറത്തിറങ്ങൂല. അപ്പോൾ യാരുസ് ഇതാ എന്തെല്ലോ കയ്യിൽ വാരി എടുക്കുന്നുണ്ടായിരുന്നു. 2-3 ടോയ്സും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ആളൊരു ടോയ്സെല്ലാം വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. യാരുസിന് എന്തെല്ലാം തിന്നാൻ വേണ്ടിയാ? പിന്നെ ചിക്കൻ. അങ്ങനെ നമ്മളിതൊരു KFCൻ്റെ ഷോപ്പിലായിരുന്നു കേട്ടോ കയറിയത്. അങ്ങനെ പൊറാട്ട, ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ഓർഡർ ആക്കിയത്. നമ്മളെന്തെല്ലോ പ്രതീക്ഷിച്ച് പോയി, പക്ഷേ അത്രക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ അതൊരു മൊജിറ്റോ എല്ലാം ഓർഡർ ചെയ്ത് ഫുഡ് കഴിച്ചു എന്ന് തോന്നിയത് ഇത് ആകെ ഈ ഒരു മൊജിറ്റോ കുടിച്ചപ്പോഴാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് യാരൂസിന് കുറേ കളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഏകദേശം ഈവനിങ് ആകുമ്പോൾ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ.